CPI ജില്ലാ സമ്മേളനങ്ങൾ നടക്കുകയാണല്ലോ സാർ. അപ്പൊ അതിന്റെ പല വേദികളിലും വെച്ചിട്ട് അവരുടെ ഒരു ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്ത 2 ഭരണം മതി തുടർച്ചയായിട്ടുള്ള, മൂന്നാമത് ഇനി LDF വരണ്ടെന്നാണ് അവർ പറയുന്നത്. അത് എന്തുകൊണ്ടായിരിക്കും സാർ? UDF ആരെങ്കിലുമായി ഇത് പറഞ്ഞിരുന്നെങ്കിൽ നമുക്കത് പ്രതിപക്ഷമാണ്, രാഷ്ട്രീയമായിട്ടുള്ള ഒരു പറച്ചിലായിട്ട് നമുക്കിതിനെ കാണാം. കോൺഗ്രസ് അല്ല പറയുന്നത്, UDF ഘടകകക്ഷിയല്ല പറയുന്നത് LDF പ്രധാന ഘടകകക്ഷിയാണ്. CPM തൊട്ട് താഴെ നിൽക്കുന്ന പാർട്ടിയാണ് CPI. 4 മന്ത്രിമാരുള്ള പാർട്ടിയാണ് പറയുന്നത് 3ാം വട്ടം തുടർഭരണം വേണ്ട എന്ന്. പിണറായി വിജയനും സംഘവും 3ാം വട്ടം തുടർഭരണത്തിന് വേണ്ടി തന്ത്രങ്ങളും കുതന്ത്രങ്ങളും മെനയുന്നു, PR വർക്ക് നടത്തുന്നു, സർക്കാരിന്റെ എല്ലാ പ്രവർത്തനങ്ങള് ബൂസ്റ്റ് ചെയ്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കാനുള്ള കാര്യങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വീട്ടിലുള്ള കൂടെ നിൽക്കുന്ന പാർട്ടി പറയുകയാണ് 3ാം വട്ടം അധികാരത്തിൽ വരേണ്ട. പിണറായി വിജയൻ ചവിട്ടിക്കൂട്ടി ഇവരെ എടുത്ത് ദൂരെ കളയുമോ എന്നാണ് സംശയിക്കേണ്ടതല്ല സാർ. കാരണം അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അവർ പറയുന്നത്. തങ്ങളുടെ നിലനിൽപ്പിന് തന്നെ വലിയൊരു ഭീഷണി എന്ന് പറഞ്ഞാൽ CPM ആണ് എന്നാണ് CPI വിചാരിച്ചിരിക്കുന്നത്, പറഞ്ഞു നടക്കുന്നത് സാർ. അപ്പൊ അവരുടെ തോൽവി, പല സ്ഥലത്തെയും തോൽവിക്ക് കാരണം CPM ആണെന്നാണ് പറയുന്നത്. അതെ, തൃശ്ശൂരിലെ തോൽവി അവര് ജില്ലാ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. കൊല്ലം ഇവരുടെ സംസ്ഥാന സമ്മേളനം അടുത്ത മാസം ആലപ്പുഴയിൽ വെച്ച് നടക്കാൻ പോവുകയാണ്. അവിടെ എടുക്കുന്ന തീരുമാനം ചിലപ്പോൾ എന്തെങ്കിലും അതിശക്തമായിട്ടുള്ള തീരുമാനത്തിലേക്ക് പോകും. കാരണം പാർട്ടി അത്രത്തോളം പ്രതിസന്ധിയിലാണ്. 3ാം വട്ടം അധികാരത്തിന് വേണ്ടി കിണഞ്ഞ് പരിശ്രമിക്കുമ്പോൾ ഇവർ ചോദിക്കുന്നത് എന്താണ് പോയി ചോദിക്കുക? 16 അധികാരത്തിൽ വരുന്നതിന് വേണ്ടി അവരൊരു മുദ്രാവാക്യം ഉണ്ടാക്കി, LDF വരും, എല്ലാം ശരിയാകും. 2021 എല്ലാം ശരിയാക്കിയതുകൊണ്ട് അതിന്റെ ഒരു തുടർ രീതിയിൽ കേരളത്തിന്റെ ആരോഗ്യരംഗം ഞങ്ങൾ കാത്തു സൂക്ഷിച്ചു, നിങ്ങളെയെല്ലാം കോവിഡിൽ നിന്ന് രക്ഷിച്ചു എന്നൊക്കെ ഒരു തട്ടിപ്പിലൂടെ നമ്മുടെ ആരോഗ്യത്തിന്റെ മുഴുവൻ സംരക്ഷകരായിട്ട് പിണറായി വിജയനും സംഘവും മാറി എന്നുള്ള രീതിയിൽ 2ാം വട്ടം അധികാരത്തിൽ വന്നു. 3ാം വട്ടം അധികാരത്തിൽ വരുന്നതിന് എന്ത് മുദ്രാവാക്യം ഇവർ ഉയർത്തും എന്നുള്ളതാണ്. കാരണം 2021 മുതൽ നിരവധി ചോദ്യങ്ങൾക്ക് പൊതുസമൂഹത്തിനോട് ഉത്തരം കൊടുക്കേണ്ടിയിരിക്കുന്ന പാർട്ടി എന്ത് തേടിയാണ് വോട്ട് ഇറങ്ങുന്നത്? ഇതിനകത്ത് നിരവധി ഘടകങ്ങളുണ്ട്. ഇവര് ജനകീയ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് പോയിട്ടുള്ളത്. അഴിമതി പ്രധാനപ്പെട്ട കാര്യമാണ്. പിണറായി വിജയനും പിണറായി വിജയന്റെ കുടുംബത്തിനും അതുപോലെ തന്നെ പാർട്ടിയില് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ ധാർഷ്ട്യം, ജനങ്ങളെ അകറ്റി നിർത്തുന്ന സ്വഭാവം, ഇതൊക്കെ പാർട്ടിക്ക് LDF മുന്നണിക്ക് തിരിച്ചടിയായി. പിന്നെ ഘടകകക്ഷികളായ കൊല്ലത്ത് നിന്ന് ഉയർന്ന വിമർശനം എന്ന് പറയുന്നത്, നിങ്ങളെ LDF മുന്നണി യോഗത്തിന് പോകുമ്പോൾ പാർട്ടിയിൽ നിന്ന് പോകുന്നവർ അവിടെ പോയിരുന്ന് എന്ത് ചെയ്യാണ്, ഉറങ്ങുകയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ചോദ്യം. എല്ലാ 11 ഇടങ്ങളിൽ സമ്മേളനം പൂർത്തിയായി കഴിഞ്ഞു. ഇത് ഇനി ബാക്കിയുള്ള 3 ഇടങ്ങളിലൂടെ പൂർത്തിയായി കഴിഞ്ഞ് സെപ്റ്റംബറിൽ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ വെച്ച്. അപ്പൊ ഇതിനകത്ത് ചോദ്യം ഉയരുകയാണ്, അവിടെ പോയി ഉറങ്ങുകയാണോ എന്ന് വെച്ചാൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. LDF പ്രധാന ഘടകകക്ഷിയാണ്. CPM കഴിഞ്ഞാൽ അടുത്തത് CPI ആണ്. പിന്നെ വരുന്നത് LDF വലിയ ഘടകകക്ഷികളെല്ലാം ഒറ്റയാൾ പട്ടാളങ്ങളാണ്. ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി അതുകൊണ്ട് CPIയുടെ ഒപ്പം നിൽക്കുന്നുണ്ട്. പക്ഷെ അവർ കുറെ കാലമായിട്ട് അതൃപ്തരാണ്. അവർ 2021 UDF നിന്ന് അധികാരം മോഹിച്ച് അങ്ങോട്ട് പോയവരാണ്. അവർ ജോസ് കെ മാണി ഇപ്പൊ MP മാത്രമാണ്. 2021 പാലയിൽ നിന്ന് മത്സരിച്ച് തോറ്റു. പിന്നെ മന്ത്രിസ്ഥാനവും ഇല്ല. ജോസ് കെ മാണി എപ്പോഴും മന്ത്രി പദവി സ്വപ്നം കണ്ടു നടക്കുന്ന ആളാണ്. അത് കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞാൽ തോറ്റുപോയി. 2 മന്ത്രിമാർ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനി അങ്ങോട്ട് LDF തുടർന്ന് നിന്ന് കഴിഞ്ഞാൽ വീണ്ടും 26 പരാജയം ഉണ്ടാകും എന്ന് ജോസ് കെ മാണി മണക്കുന്നുണ്ട്. അതുകൊണ്ടാണ് UDF പോകണം എന്ന് തീർച്ചപ്പെടുത്തുന്നത്. അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ജോസ് കെ മാണി വിഭാഗം അപ്പുറത്തേക്ക് ചാടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് LDF ഈ ചെറിയ ചെറിയ ഘടകകക്ഷികളാണ്. ജനാധിപത്യ കേരള കോൺഗ്രസ് ഒരാളേ ഉള്ളൂ, ആന്റണി രാജു, തിരുവനന്തപുരം മണ്ഡലത്തില്.
2.5 വർഷം ഗതാഗത മന്ത്രിയായിട്ടിരുന്നു. അദ്ദേഹത്തിന് ലോട്ടറി അടിച്ച പോലെ ആയിരുന്നു. ഇനി തൊട്ട് അദ്ദേഹത്തിന് MLA സ്ഥാനവും കൊടുക്കത്തില്ല, സീറ്റ് കൊടുക്കത്തില്ല. ഈ സീറ്റ് അങ്ങ് CPM ഏറ്റെടുക്കും. പിന്നെ ഉള്ളത് NCP എന്ന് പറയുന്നത് 2 പേരാണുള്ളത്. അത് ശശീന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു മത്സരത്തിന് അദ്ദേഹത്തിന് തയ്യാറെടുക്കത്തില്ല, മാറി നിൽക്കും. പിന്നെ കുട്ടനാട്ടിലെ ഒരു MLA തോമസ്, ഇത് രണ്ടും CPM ഏറ്റെടുക്കും. പിന്നെ ഉള്ളത് കടന്നപ്പള്ളി രാമേന്ദ്രൻ, ഒറ്റ MLA മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഇപ്പം മന്ത്രി കൂടിയാണ്. അദ്ദേഹവും ഇനിയിപ്പോൾ പ്രായാധിക്യം കാരണം ഒരു മത്സര രംഗത്തേക്ക് ഉണ്ടാകത്തില്ല, അതും CPM ഏറ്റെടുക്കും. പിന്നെ കോവൂർ കുഞ്ഞുമോൻ കുന്നത്തൂര്, അതും ഇവരങ്ങ് ഏറ്റെടുക്കും. കോവൂർ കുഞ്ഞുമോനും ഇപ്പൊ അതിനകത്ത് തന്നെ ഘടകകക്ഷിയാക്കിയിട്ടില്ല, അസോസിയേറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ CPI കൂടെ നിൽക്കും. CPIക്ക് മറ്റൊരു അത്താണി ഇല്ലാത്തത് കൊണ്ട് UDFിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് ആത്മഹത്യാപരമായിട്ടാണ് അവർ കാണുന്നത്. അതുകൊണ്ട് അവരിവിടെ തന്നെ ഈ ചവിട്ടും കുത്തും ഏറ്റി കിടക്കേണ്ട വരുന്ന അവസ്ഥയിലേക്ക് എത്തും. അവര് ഒരുപാട് അതൃപ്തരായിട്ട് നിൽക്കുകയാണ്, മുൻകാലങ്ങളിൽ ഇല്ലാത്ത തരത്തിൽ. കാരണം 24-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വളം വെച്ചു കൊടുത്ത് CPIയെ പരാജയപ്പെടുത്തി VS സുനിൽകുമാറിനെ. ഇവർക്ക് ഏക പ്രതീക്ഷയുണ്ടായിരുന്ന ലോക്സഭാ മണ്ഡലമായിരുന്നു തൃശ്ശൂരിലെ, അത് ഇല്ലാതാക്കി കളഞ്ഞു. പിന്നെ സുരേഷ് ഗോപി ജയിച്ചത് 75,000 വോട്ടിന് ഭൂരിപക്ഷത്തിലാണ്. കൊല്ലത്ത് തിരുവനന്തപുരത്ത് പന്നിയൻ രവീന്ദ്രന് വേണ്ടി പ്രചാരണം നടത്താൻ CPM പ്രവർത്തകരാരും തന്നെ ഇല്ലായിരുന്നു. ആദ്യമേ തന്നെ തോറ്റു എന്നുള്ള രീതിയിൽ അവരെങ്കിൽ വിധി എഴുതി കഴിഞ്ഞു. ഇങ്ങനെ അവഗണനയുടെ പടുകുഴിയിൽ നിൽക്കുകയാണ് CPI. ഇത് ഇവർക്ക് താഴെ തട്ട് മുതൽ ഇവർ അതൃപ്തരായിട്ട് നിൽക്കുകയാണ്. അവർ പറയുന്നുണ്ട്, കൊല്ലത്തെ റിപ്പോർട്ടിനകത്ത്, കൊല്ലം ജില്ലാ സമ്മേളനം കഴിഞ്ഞ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്, തൊഴിലാളികളുടെയും കർഷകരുടെയും സാധാരണക്കാരുടെയും താല്പര്യങ്ങൾക്ക് LDF സർക്കാർ മുൻഗണന നൽകണം. തൊഴിൽ സമരങ്ങളിലെ ന്യായമായ ആവശ്യങ്ങൾ സർക്കാർ കേൾക്കണം. ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കേണ്ടത് തൊഴിലാളിപക്ഷ സർക്കാരിന്റെ കടമയാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. ഇപ്പൊ ഈ കണ്ണൂര് ഏത് തരത്തിലാണോ CPMന്, അതുപോലെയാണ് ഇവർക്ക് ഈ കൊല്ലവും ആലപ്പുഴയും ഒക്കെ. അപ്പോൾ അവിടെ നിന്ന് ഉയരുന്ന ചോദ്യങ്ങൾക്ക് ഇവിടെ ഈ മുന്നണി മറുപടി പറയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇവർ പറയുന്നത് പ്രധാനമായിട്ടും ഇപ്പൊ എത്ര മന്ത്രിമാരെ ഉണ്ട് കേൾക്കുന്നത്? മുഖ്യമന്ത്രി 2021 എന്ത് ചെയ്തു? പലരെയും അകറ്റി നിർത്തി. CPMല് തോമസ് ഐസക്കിനെയും KK ശൈലജയെയും EP ജയരാജനെയും മുതിർന്നവരെയൊക്കെ അങ്ങ് മാറ്റി നിർത്തി പുതിയ നിരയെ കൊണ്ടുവന്നു. ഈ പുതിയ നിരയെ കൊണ്ടുവന്നത് അത്രയും മുഖ്യമന്ത്രി തന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. മുഹമ്മദ് റിയാസിനെ കൊണ്ടുവന്നു, മരുമകനെ. അപ്പൊ മരുമകനെയും ഇപ്പം കേൾക്കുന്നത് ആര്? മുഖ്യമന്ത്രിയും പിണറായി വിജയനും മരുമകനെ കുറിച്ച് മാത്രമേ കേൾക്കുന്നുള്ളൂ. മറ്റു മന്ത്രിമാരൊക്കെ തന്നെ അപ്രസക്തമായി ആ വകുപ്പുകളിലൊന്നും നടക്കാതെയുമായി. പിന്നെ ഇനി ഈ പൊതുവിപണിയില് ഭക്ഷ്യസാധനങ്ങളുടെ വില നിയന്ത്രിക്കുന്നതിന് വേണ്ടി CPIയുടെ പഴയ ഭക്ഷ്യവകുപ്പ് മന്ത്രി E ചന്ദ്രശേഖരൻ നായർ കൊണ്ടുവന്നതാണ് ഈ മാവേലി സ്റ്റോറുകൾ. ഈ മാവേലി സ്റ്റോറുകളൊക്കെ തന്നെ ഇവരുടെ പാർട്ടി ജില്ലാ സമ്മേളനത്തിൽ വലിയ വിമർശനം ഉണ്ടായി. ആ മാവേലി സ്റ്റോറുകൾ, സപ്ലൈകോ എന്ന് പറയുന്ന അവിടെ ഇപ്പോൾ അതിനകത്ത് കിടക്കുന്ന പാറ്റകൾക്ക് പോലും ഭക്ഷണമില്ല എന്നാ പറയുന്നത്. അപ്പോൾ സാധാരണക്കാരൊക്കെ ആശ്രയിക്കുന്ന ഒരു സ്ഥാപനമാണത്. അവിടെ 13 ഇനം സാധനങ്ങൾക്ക് സബ്സിഡി ഉണ്ട്. അപ്പൊ അതിന് പൊതുവിപണിയിൽ ഇതിന്റെ വില നിയന്ത്രിക്കാൻ കഴിയും. ഈ സബ്സിഡി ഉള്ള സാധനങ്ങൾ അവിടെ ഇല്ല. അപ്പോൾ ഇതൊക്കെ എന്ത് പറഞ്ഞ് ഇവരിനി വോട്ട് വാങ്ങാൻ പോകുന്നത്? അപ്പോൾ ഒരു തവണ അധികാരത്തിൽ നിന്ന് മാറി നിൽക്കണം, പഠിക്കണം എന്നാണ് CP പറയുന്നത്. LDF ഭരണം വരരുത് എന്നാണ് CPIയുടെ ആഗ്രഹം.